പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിനെതിരെ വൻ അഴിമതി ആരോപണം. സംഘത്തെ ഭരണസമിതി 1,40,00,000 രൂപയുടെ കടക്കണിയിലാക്കിയെന്നാരോപിച്ച് കർഷകർ സംഘം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 700 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിനെതിരെയാണ് കർഷകർ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിന് കീഴിലുള്ള 600ഓളം കർഷകരെ കടക്കണിയിലാക്കിയാണ് സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയെന്നാണ് കർഷകരുടെ ആരോപണം. പുല്ലഴി കോൾപ്പടവിലെ കർഷകർ കേരള ബാങ്കിലുള്ള വായ്പ അടയ്ക്കാൻ നൽകിയ 25 ലക്ഷം രൂപ ഭരണസമിതി തിരിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ പടവിൽ താറാവിനെ ഇറക്കാൻ ലഭിച്ച 2.25 ലക്ഷം രൂപയുടെ ടെൻഡർ ഒഴിവാക്കി 1,80,000 രൂപയുടെ ടെൻഡർ നൽകി 1 ലക്ഷം രൂപ അഴിമതി നടത്തിയെന്നും മറ്റൊരാരോപണമുണ്ട്. സംഘത്തെ 1,40,00,000 രൂപയുടെ കടക്കണിയിലാക്കി കർഷകരെ വഞ്ചിച്ച സംഘം പ്രസിഡന്റ് ഗോപിനാഥനും സംഘവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ 3 വർഷമായി സംഘം നഷ്ടത്തിലാണെന്നാണ് കർഷകർ പറയുന്നത്. സംഘം ഇന്ന് വലിയ കടബാധ്യതയിലാണെന്നും സംഘത്തിലെ അംഗങ്ങൾ ഒരു ബാധ്യതയും വരുത്തിയിട്ടില്ലെന്നും കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരിയും മുൻ കൗൺസിലറുമായ കെ രാമനാഥൻ പറഞ്ഞു. 2007-2008 മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണസമിതിയാണ്. ഈ ഭരണസമിതി അധികാരം എടുക്കുന്ന സമയത്ത് 35 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ ബാധ്യത. ആ 35 ലക്ഷം രൂപയിൽ അന്ന് ആരംഭിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ ഒരു ബാധ്യത ഉൾപ്പെടെയാണ് അന്ന് 35 ലക്ഷം. ഇന്ന് ആ ബാധ്യതയാണ് 1,40,00,000 രൂപയ്ക്ക് എത്തിക്കുന്നത്. തന്നെയല്ല, സംഘം ജീവനക്കാർക്ക് 4 മാസമായി ശമ്പളം കൊടുത്തിട്ട് ഇതിനെതിരെ സഹകരണ സംഘം ഡിപ്പാർട്ട്മെൻറ്റിനും ജയാറിനും ജോയിന്റ് ഡയറക്ടർക്ക് എല്ലാവർക്കും നിരന്തരമായി പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലും നടപടി ഉണ്ടായിട്ടില്ല. കെ ഡി ജോയി, ആലാട്ട് ചന്ദ്രൻ, ടി വി രാജു, വി കെ ബാബു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. TCV തൃശൂർ.